60-ലധികം പേർ തന്നെ പീഡിപ്പിച്ചെന്ന ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ വന്നിട്ട് അത് വാർത്തയായിട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരമായി വന്നിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിൽ കൃത്യമായ നടപടി സ്വീകരിച്ചു വരുന്നു. 43 പേർ ഇതിനോടകം തന്നെ അറസ്റ്റിലായ കേസിൽ തിരുവനന്തപുരം ജില്ലയിലും ഏറ്റവും ഒടുവിലായി പുതിയ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കായംകുളം സ്വദേശിയാണ് ഈ കേസിൽ പ്രതിയായി വരുന്നത്. പത്തനംതിട്ട പോലീസ് എടുത്ത കേസ് കല്ലമ്പലം പോലീസിനെ കൈമാറിയിട്ടുണ്ട്. രാജ്കുമാറുണ്ട് വിശദാംശങ്ങളുമായി. രാജ്കുമാർ, ഏറ്റവും ഒടുവിലെടുത്ത കേസിന്റെ വിശദാംശങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ തുടർന്നു കൊണ്ടുവരുന്ന നടപടിക്രമങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന്. നിലവിൽ പത്തനംതിട്ട പോലീസ് എടുത്ത കേസ് കല്ലമ്പലം പോലീസിന് കൈമാറുകയായിരുന്നു. കായംകുളം സ്വദേശിയാണ് പ്രതി. ഈ പെൺകുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് ഈ മൊഴി. ആ മൊഴി പ്രകാരമാണ് പത്തനംതിട്ട പോലീസ് കേസെടുത്തത്. ഇത് ഇപ്പോൾ ക്രൈം സീൻ കല്ലമ്പലം ആയതുകൊണ്ട് തന്നെ കല്ലമ്പലം പോലീസിന് കൈമാറുകയായിരുന്നു. കായംകുളം സ്വദേശിയായ പ്രതി പിടിയിലുമായിട്ടുണ്ട്. ഇതാണ് ഈ തിരുവനന്തപുരത്തേക്കുള്ള ഒരു കേസ് നീളാനുള്ള സാഹചര്യം. അതേസമയം പത്തനംതിട്ടയിൽ നിന്ന് ആകെ 11 കേസുകളിലായി 26 പ്രതികളും ഇലവന്തിട്ടയിൽ 16 കേസുകളിലായി 15 പേരും പിടിയിലായപ്പോൾ പന്തളം പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ 2 യുവാക്കൾ പിടിയില. അങ്ങനെയാണ് ഇന്ന് 43 പേർ പിടിയിലായത്. മാത്രമല്ല പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പത്തനംതിട്ട നഗരപ്രദേശങ്ങളിലും കൂട്ടബലാത്സംഗത്തിന് ഉൾപ്പെടെ ഇരയായ പെൺകുട്ടി ഇരയായതായി നേരത്തെ തന്നെ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഇതുകൂടി ഉൾപ്പെടെ SC/ST ആക്ട് കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിരുന്നു. പോലീസിന്റെ അന്വേഷണ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അംഗബലം കൂട്ടാൻ തീരുമാനിച്ചു. കൂടുതൽ DYSPമാരെ ഇതിൽ ഉൾപ്പെടുത്താനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ശരി, രാജ്കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.